പ്രിൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ, അതാണ് ക്യാമറയുടെ മുന്നിലേക്ക് വന്നത്. ഇതിനു മുമ്പ് ഞാനൊരു പ്രാവശ്യം മുമ്പിൽ വന്നിട്ടുണ്ട് ക്യാമറയുടെ മുമ്പിലായിട്ട്. അത് വ്ളോഗിൽ ഒരു മുഖം കാണിച്ചില്ല, പക്ഷെ മാസ്ക് വെച്ചാൽ അതുകൊണ്ട് ആർക്കും മനസ്സിലാവില്ലല്ലോ. എനിക്ക് തന്നെ എൻ്റെ മാസ്ക് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പരസ്പരം ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് അന്ന് വ്ളോഗിൽ വന്നത്. സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ക്യാമറയുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, 26th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഇതുവരെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം 25th ആയിരുന്നു. അന്ന് വെക്കേഷന് മോളുണ്ടായത് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കി ഒരു കേക്ക് മുറിച്ചു. അല്ലാണ്ട് ഇതുവരെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ല, അങ്ങനെ ആഘോഷിക്കാറുണ്ടായില്ലായിരുന്നു. അത് കാരണം ഈ വർഷവും ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുന്നില്ല വെഡിങ് ആനിവേഴ്സറി. പിന്നെ ഈ ദിവസത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. ഞങ്ങളുടെ ചേട്ടൻ്റെ ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, ജോൺ ചേട്ടൻ്റെയും മത്സരിച്ചിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ജോൺ ചേട്ടൻ ആൻഡ് മത്സരിച്ചി. പിന്നെ ഞാൻ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. അന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മളുടെ ഒരു തെർമോക്കോൾ വെച്ചിട്ട്, തെർമോക്കോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഈ ഇറച്ചി മീനൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കിട്ടുന്ന തെർമോക്കോൾ ഉണ്ടല്ലോ, വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന തെർമോക്കോൾ, ആ തെർമോക്കോൾ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കണ ഒരു വീടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തെർമോക്കോൾ വാങ്ങിച്ച് ചെയ്തതല്ല, അത് വേസ്റ്റായിട്ട് കളയുന്ന തെർമോക്കോൾ വെച്ചിട്ട് ചെയ്ത ഒരു വീടാണ്. ഡ്രീം ഹൗസ് എന്ന് പറഞ്ഞ പേരിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, എൻ്റെ ക്രാഫ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ.
അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ടിടണേ നിങ്ങളുടെ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഐഡിയ വെച്ച് എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഇനി ചെയ്യാമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. പിന്നെ നാളെ മുതൽ നമ്മൾ ഓണം സീരീസ് ഒരു സ്പെഷ്യൽ സീരീസ് ആരംഭിക്കുകയാണ്. അതായത് 10 ദിവസം. ഈ നാളെ അത്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ 10 ദിവസം നമ്മൾ ഓണത്തിൻ്റെ റെസിപ്പീസ് മാത്രമായിട്ട് 10 ദിവസം വരിക. അപ്പോൾ നാളെ മുതൽ അത്തം മുതൽ തിരുവോണം വരെ ഓരോ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള വെജിറ്റേറിയൻ നമ്മുടെ ഓണസദ്യക്ക് ഓണത്തിന് ഉണ്ടാക്കുന്ന സദ്യ അതിൻ്റെ ഓരോ റെസിപ്പീസായിട്ട് നാളെ മുതലുണ്ടാവും. 10 ദിവസം ഉണ്ടാവും. അപ്പോൾ ആ ഓണം സീരീസായിട്ട് നമ്മളത് ആ 10 വീഡിയോസ് അവതരിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ മിൻസ് മീഡിയയിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് എല്ലാ തരം വീഡിയോസും നമ്മൾ ഇടും. പിന്നെ നമുക്കിപ്പോൾ ഈ ഇവിടെ എല്ലായിടത്തും കൊറോണയൊക്കെ ആണല്ലോ. നമുക്ക് പുറത്തേക്കൊന്നും പോകാനോ സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം പറ്റാവുന്നത് ചെയ്യാൻ പറ്റുന്നത് കുക്കിംഗ് വീഡിയോ മാത്രമാണ്. നമ്മൾ വീടുകളിൽ ഇരുന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ കളയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാശ് കൊടുത്ത് വാങ്ങിച്ച് ചെയ്യാം എന്നുള്ളതിൽ ഇതില്ല. നമ്മുടെ വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാണ്ട് കളയാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് അതിൽ നിന്ന് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് ചെയ്യണേക്കാൾ നല്ലത് വളരെ കുറച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ചെയ്യാം. എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പോലെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മെയിനായിട്ട് ചെയ്യണത് നമ്മൾ വേസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അതിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ വീഡിയോസും എല്ലാ തരം വീഡിയോസും ട്രാവൽ വീഡിയോസ് അങ്ങനെ എല്ലാ വീഡിയോസും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോസൊക്കെ നമ്മളുടെ ഈ മിൻസ് മീഡിയയിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസായിട്ടായിട്ട് നമ്മൾ വരിക. ഇപ്പോൾ ക്രാഫ്റ്റ് കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ ആയിട്ട് ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, നമ്മുടെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസൊക്കെ. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ അത്തത്തിന് നല്ലൊരു ഓണം റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.